വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഈ ബറാത്ത് നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഇന്ന് മോളുണ്ടാക്കുന്ന സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു ചെറിയ ഇറച്ചിപ്പത്തിരിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ കേട്ടോ. പിന്നെ അപ്പം ഫസ്റ്റ് തന്നെ ചിക്കൻ ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ചോപ്പറിൽ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ചോപ്പറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അതിനുള്ള ചിക്കനൊക്കെ ഒന്ന് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്തിട്ട് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്നും ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് എഴുതുക കേട്ടോ. ചിക്കൻ്റെ മണം കേട്ടാൽ നമ്മളെ അതിഥികളൊക്കെ ഓടി വരും കേട്ടോ. അങ്ങനെ ഒരുത്തന്നെ കയറിയിട്ട് വന്നതാണ്. പിന്നെ ഞാൻ ഓടിച്ചു വിട്ടിട്ടോ. പിന്നെ ബിരിയാണിക്കുള്ള ബാക്കി കാര്യങ്ങൾ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കി വെക്കുകയാണേ. കുറച്ച് മല്ലിയില, എനിക്ക് എല്ലാ കാര്യങ്ങളും മുന്നേ റെഡിയാക്കി ഫുൾ ക്ലീൻ ആക്കിയിട്ട് മാത്രമേ ഞാൻ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അതും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇന്നതിന് ശേഷമാണ്. അപ്പോൾ ഗ്യാസ് തീർന്നേ. ഗ്യാസ് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് കിട്ടൂല. ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഗ്യാസ് കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിൽ തന്നെ ഒക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് തന്നെ ചിക്കൻ ചട്ടിപ്പത്തിൻ്റെ മസാലയാണ് റെഡിയാക്കുന്നത്. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം തന്നെ സവോള ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. പിന്നെ അതൊന്ന് വാടി വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ അതും നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ അടുപ്പത്താണെങ്കിലും ഞാനിപ്പോൾ ഒന്ന് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഫുള്ളും അടുപ്പത്ത് തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. എന്താ വെച്ചാൽ ചട്ടിപ്പത്തിരി നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് വെക്കുന്നത്. പറഞ്ഞിട്ട് എന്താ, ഇനിയിപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചട്ടി വെച്ചിട്ട് അതിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ മോള് കുറേ ദിവസമായി പറയുന്നത് ചിക്കൻ ചട്ടിപ്പത്തിരി വേണമെന്ന്. അങ്ങനെ പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് ചോപ്പ് ചെയ്ത് വെച്ച ചിക്കനും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ദോശ പോലെ വേണം, പത്തിരി വേണം. അപ്പോൾ അതിന് മുട്ടയും 2 മുട്ടയും കുറച്ച് മൈദയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത ബാറ്ററാണ്. അത് ദോശ ആയിട്ടൊന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു 5-8 പത്തിരി ഉണ്ടായിന്. പക്ഷെ നമുക്കൊരു 5-6 ആവശ്യമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം അതും നന്നായിട്ടൊന്ന് ചുട്ടെടുത്ത് മാറ്റി വെച്ചിനെ. പിന്നെ വേണ്ടത് മുട്ടയാണ്. ഒരു 3 മുട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് ഉപ്പും ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. അതിന് ശേഷം അതിൽ കുറച്ച് മല്ലിയില കുറച്ച് ചോപ്പ് ചെയ്തിട്ടിടണം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് മുട്ടൻ്റെ ബാറ്ററും കൂടി വെച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഓരോ പത്തിരി മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയിട്ടും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. പിന്നെ ആദ്യം ഒരു പത്തിരി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മുട്ടൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മളെ ഫില്ലിങ്ങും കൂടി ഒഴിച്ചെടുത്ത് അങ്ങനെ ലെയറായിട്ട് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വിശദമായിട്ട് പറയുന്നത്. അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് എഴുതാം കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മളെ മുട്ടൻ്റെ ബാക്കി ഫുള്ളും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കുക കേട്ടോ. ഇതിപ്പോൾ പത്തിരി പാന് വലുതും പത്തിരി ചെറുതുമാണ് കേട്ടോ എൻ്റേത്. കാരണം ആ പാനിൽ അത്ര ചെറിയ പത്തിരിയേ കൊള്ളുള്ളൂ. പിന്നെ മൂടി വെച്ചതിന് ശേഷം ഹോൾസ് ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു കൊടുക്കണേ. പിന്നെ അടുപ്പിൽ തന്നെ കേട്ടോ ഞാൻ വേവിക്കുന്നത്. പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. 15 മിനിറ്റൊക്കെ മതി കേട്ടോ. ചിലപ്പോൾ അതും വേണ്ട കേട്ടോ ഗ്യാസ് മേലൊക്കെ ആണെങ്കിൽ. പിന്നെ അതിൽ വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്ത് പിന്നെ ഒന്ന് തിരിച്ചും കൂടി ഒന്ന്
കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ. അപ്പം ഞാൻ ഒരു അടുപ്പത്ത് ചോറ് അടുപ്പത്ത് വെച്ചപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത അടുപ്പത്ത് തന്നെ മാറ്റി വെച്ചാണ് കേട്ടോ. പിന്നെ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് മസാല വെച്ചെടുക്കാം കേട്ടോ. ഒക്കെ മോളാട്ടോ ചെയ്യുന്നത്. ഓള് ബിരിയാണി വെക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ആദ്യം ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ചെമ്പട്ടി വെച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണേ. പിന്നെ എല്ലാം ഞാനിങ്ങനെ എടുത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓളും എല്ലാം പഠിക്കണമല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് ഇവിടെ സവോള ഒന്നും ബിരിയാണിയിൽ അങ്ങനെ പൊരിച്ചിടുന്നത് മക്കൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പം കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സവോള ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഓൾക്കുണ്ടായിന്. കൂടെ വീഡിയോയും കൂടിയും ചെയ്യുന്നതല്ലേ, ഭയങ്കര കുറേ സമയത്ത് മെനക്കെടേനി കേട്ടോ. നമ്മൾ എല്ലോ ഓളയും കൂടിയും പഠിപ്പിക്കണമല്ലോ മക്കളെ. എന്താ പറയുക, അത്യാവശ്യം എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ ഫുഡ് ഉണ്ടാക്കുന്നതെങ്കിലും പഠിച്ചു വെക്കണമല്ലോ. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് എന്താ പറയുക ഒരു ബ്രൗൺ നിറാകുമ്പോൾ കോരി വെച്ചണേ. അപ്പം കുറച്ച് ഉള്ളി മാത്രമേ ആക്കിയിട്ടുള്ളൂ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടുന്നില്ല. അതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ, ചോറിന് എടുത്ത് കഴിക്കാനൊന്നും. പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചണേ. നെയ്യും പിന്നെ ബാക്കി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചോറും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണേ. പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു ഇത് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണേ. അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തന്നെ കേട്ടോ. പിന്നെ നെയ്ച്ചോറ് വെക്കാനൊന്നും പിന്നെ ആർക്കും അറിയണ്ടല്ലോ. കുറച്ച് ഉള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളം ഒക്കെ ഞാൻ അളന്ന് എടുത്ത് മനസ്സിലാക്കി കൊടുത്ത് ഇത്ര വെള്ളം ചേർക്കണം എന്നൊക്കെ. അങ്ങനെ ഈ ചെമ്പിൽ ഫുള്ളില്ല കേട്ടോ അരി. അപ്പം അതിനനുസരിച്ചില്ല വെള്ളം. ഒരു 1.25 ആ പാത്രത്തിന് ഒരു 1.25 പാത്രം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പറഞ്ഞു കൊടുത്ത് ഒക്കെ ഓള് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ വെള്ളം തിളച്ച വെള്ളമാണേ. പിന്നെ അതിലാവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ചേർക്കുമ്പം ആദ്യം ഓള് ചേർത്ത് പിന്നെ ഞാൻ ഒന്നുകൂടിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ഞാനും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് പിന്നെ ഉപ്പ് ഞാൻ തന്നെ ഇട്ടെടുത്തു. ഉപ്പ് പേടിയാവുക, ഉപ്പറ്റ അധികമായാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കണക്കൊക്കെ ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത്. വെള്ളത്തിൻ്റെ കുറച്ച് അധികമായിട്ട് ഉപ്പ് നിൽക്കണം, എന്നാൽ കറക്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം ഇങ്ങനെ പഠിക്കാത്ത കുട്ടികളൊക്കെ പിന്നെ ഇതേപോലെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മളെവിടെയെങ്കിലും ഇനിയിപ്പം കല്യാണം കഴിച്ച് വിട്ടാലും ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ജോലി ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും പാചകമൊക്കെ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാലും അറിയാമല്ലോ, ഫുള്ള് പാചകം. പിന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി നിർബന്ധമല്ല കേട്ടോ. കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുത്താൽ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ചതച്ച് വെച്ചതിന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ ചോറിന്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മളെ വെള്ളമൊക്കെ ഒന്ന് തളിച്ച് വന്നതിന് ശേഷം അരിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അരി കുറച്ച് മുന്നേ തന്നെ ഒരു 10-15 മിനിറ്റ് മുന്നേ തന്നെ നല്ലോണം കഴുകി വാർത്ത് വെച്ചതാണേ. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഫസ്റ്റായിട്ട് വെക്കുന്ന സമയത്ത് ഒക്കെ ഇങ്ങനെ അരി ഇടാനും ഒന്നും അറിയാത്തൊരവസ്ഥയിന് ആകെ അൽക്കുലത്ത് പോലെ ആയിന് കേട്ടോ. ഇതിൽ കാണിക്കുമ്പോൾ പിന്നെ ഞാൻ വേഗം ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ചോറൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടോ. പിന്നെ അടുത്ത ചിക്കൻ പൊരിക്കുക എന്നുള്ള കടമ്പയാണ് കേട്ടോ. പിന്നെ ചിക്കനൊക്കെ ഒന്നുകൂടി നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് പിന്നെ ആ ചട്ടിയിലേക്ക് തന്നെ ചിക്കനൊക്കെ പൊരിച്ചെടുത്ത് ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് മസാലയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഉള്ളി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അത് വഴന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെ മക്കളെ നമുക്ക് എന്തുണ്ടാക്കിയാലും നമുക്ക് അത് കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലിങ്ങും സന്തോഷമൊക്കെ കേട്ടോ.
ഓൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. നെയ്ച്ചോറും കറിയൊക്കെ ഉണ്ടാക്കലുണ്ട്. ബിരിയാണിയൊക്കെ ആദ്യമായിട്ടാണ്. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഓളോട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞു തരുമൊന്നുമില്ല, ഇനി അടുത്ത പ്രാവശ്യം ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാൻ. ഞാനൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണെ, തക്കാളി നല്ലോണം ഒടിഞ്ഞ് വന്നാലേ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ ഉള്ളി നല്ലോണം വഴണ്ടും വരണേ. പിന്നെ നമ്മളെ മല്ലിയിലയും പുതിന ബിരിയാണിയിലേക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. പക്ഷെ ഒരുപാട് ഇടരുത്, ഒരു പാകത്തിനൊക്കെ ഇടുന്നത് നല്ലതാട്ടോ, നല്ല ടേസ്റ്റും കിട്ടും. പുതിന ഇല്ലാതെ മല്ലിച്ചപ്പ് മാത്രമാകുമ്പോൾ വേറെ ടേസ്റ്റും, പുതിന ഇടുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ പൊരിച്ച് വെക്കുന്നതിലൊക്കെ എപ്പോഴും പുതിന ഇടുന്നതാണ് നല്ല കേട്ടോ. പിന്നെ തൈര് ഒഴിക്കുന്നതിൽ ഇവള് ലാവിഷായിട്ട് ഒഴിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര്, പുളിയൊക്കെ ബിരിയാണിയിലുണ്ടാകുന്നത്. അപ്പം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ പുളി അധികമൊന്നുമില്ല, ഇനി പാകേനെ. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച്, ആദ്യത്തെ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് കളറൊക്കെ ഉണ്ട്, എന്നാലും ഒരു ഇത്തിരി കൂടി ചേർത്ത് കൊടുത്തേ. പിന്നെ കുരുമുളക് പൊടിയും പിന്നെ പെരുംജീരകപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കൂല കേട്ടോ. പിന്നെ ഗരം മസാല ഞാൻ പൊടിച്ചതാണ്, വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പൊടിച്ചതാണ്. നല്ല മണവും രുചിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അതൊരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും ആ ഓയിലോട് കൂടി തന്നെ ഒഴിക്കണേ. ഓയിലല്ല, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയോട് കൂടി തന്നെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണേ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ ആ മസാലക്കൊന്ന് ഇതാവും. പിന്നെ കുറച്ച് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അത് നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കണേ, നല്ല ടേസ്റ്റ് വരും. പിന്നെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇത് ദമ്മിടാം കേട്ടോ. അപ്പം വാഴൻ്റെ വെച്ചതിന് ശേഷം പിന്നെ ചോറ് ലെയറായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ദമ്മിടാനൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് 6 kg നെയ്യില്ലേ, അതും കൂടി ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ദമ്മിടുന്നതുകൊണ്ട് ഇവിടെ മക്കൾക്ക് ഇങ്ങനെ ബിരിയാണി മസാല ഇടയിലിടുന്നതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും പൊരിച്ച ഉള്ളിയും കൂടിയും ചേർത്തെടുത്ത് ബാക്കി ലെയറും കൂടി ഒന്ന് മുഴുവനാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ദമ്മ് ചെയ്തതിന് ശേഷം നമ്മൾ ചോറെടുക്കുമ്പോൾ തന്നെ മഞ്ഞ കളർ ഓൾറെഡി ഉണ്ടാവും കേട്ടോ. പിന്നെ ബാക്കിയുള്ള ചോറിലേക്ക് കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് മാറ്റി വെച്ചിന്. പിന്നെ അപ്പോൾ നോമ്പെറുക്കാനൊക്കെ റെഡിയാക്കി വെച്ച് വത്തക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബിരിയാണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.